ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് വലിയ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഉളുവാട്ടു ടെമ്പിൾ ബാലി സന്ദർശിക്കുന്ന സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഉളുവാട്ടു ടെമ്പിളിലെ രാമായണ കഥയെ അടിസ്ഥാനമാക്കി ഉള്ള കച്ചക് ഡാൻസ് സഞ്ചാരികൾ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു ബാലനീ സാംസ്കാരിക നൃത്ത പ്രകടനമാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കുരങ്ങന്മാരെ വളരെ ശ്രദ്ധിക്കണം. ഈ വാനരപ്പട അതിവിദഗ്ധമായി നമ്മുടെ കൂളിംഗ് ഗ്ലാസ്, തൊപ്പിയ്, മൊബൈല്, ബാഗൊക്കെ അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. കാരണം ഇവരടിച്ചു മാറ്റിയതിന് ശേഷം അവിടെയുള്ള ആൾക്കാർ ഫുഡ് അവനെന്തെങ്കിലും ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ അത് തിരികെത്തിരിയുള്ളൂ. അതിവിദഗ്ധമായിട്ടാണ് ഇവർ അടിച്ചു മാറ്റുന്നത്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തും കൊണ്ടുപോകും. ചിലപ്പോൾ അത് നഷ്ടപ്പെടും. തിരിച്ചു തന്നെങ്കിലായി, തിരിച്ചു തന്നില്ലെങ്കിലായി. ഏതായാലും അവരുടെ സാധനം കിട്ടി. ഇവിടെ നമ്മുടെ ഒരു ഇന്ത്യൻ ഫാമിലി ആൾക്കാർ വിസിറ്റ് ചെയ്തതാണ്. പക്ഷേ അവരുടെ കണ്ണാടി അടിച്ചു മാറ്റി. അപ്പോൾ ഇത് ഇവിടുത്തെ കച്ചക് ഡാൻസ് ആരംഭിക്കുകയാണ്. ഈ വിളക്ക് തെളിയുന്നതോടുകൂടി കച്ചക് ഡാൻസ് തുടങ്ങുകയാണ്. ഇവിടെ ഉച്ചതിരിഞ്ഞാണ് ഇവിടെ കച്ചക് ഡാൻസ് തുടങ്ങുന്നത്. 6 മണിക്കും 7 മണിക്കും ഇവിടെ ഒരു ഷോയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇതിഹാസം രാമായണത്തിൻ്റെ കഥയാണ് ഈ നൃത്തം വിവരിക്കുന്നത്. അതിമനോഹരമായ സൂര്യാസ്തമയവും കണ്ട് ഈ നൃത്തകല ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. സൂര്യാസ്തമയ സമയത്താണ് ഈ നൃത്ത പരിപാടി അരങ്ങേറുന്നത്. അതുകൊണ്ട് ഉളുവാട്ടു ടെമ്പിളിൽ തന്നെ വരണം ഇത് കാണുവാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും ഈ കച്ചക് ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ഉളുവാട്ടു ടെമ്പിൾ തന്നെ വന്ന് നമുക്ക് കാണണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പല രാമായണ കഥാപാത്രങ്ങളാണ് ഇവിടെ വരുന്നത്. ഇതാ ജഡായു വന്നിരിക്കുന്നു. ജഡായു എന്ന് പറയുന്നത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ജഡായു വന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ജഡായുവിന് അതിൽ ഗുരുതരമായി പരിക്കേൽക്കുകയാണ്. ഇതാ ജഡായുവിൻ്റെ ചിറക് വെട്ടുന്നു. ജഡായു പരിക്കേൽക്കുന്നു. പിന്നെ ഇതിൻ്റെ പ്രധാന കഥാപാത്രമായ ഹനുമാൻ രംഗപ്രവേശനം ചെയ്യുകയാണ്. സീതയെ കണ്ട് തൻ്റെ സന്ദേശം അറിയിക്കുവാനാണ് ഹനുമാനെ രാമൻ അയച്ചത്. ദുഃഖകരമെന്ന് പറയട്ടെ, ധീരനായ ഹനുമാനെ രാവണൻ പിടികൂടുന്നു. രാവണൻ്റെ ആൾക്കാർ ജീവനോടെ ദഹിപ്പിക്കുവാൻ വേണ്ടി വിറകും തീ ഉപയോഗിച്ച് തയ്യാറെടുക്കുന്നു. ചുറ്റും ഉജ്ജ്വലമായ തീജാലകൾ കത്തിക്കുന്നു. പക്ഷേ മാന്ത്രികനും അമാനുഷികനുമായ ശക്തിയാൽ ഹനുമാൻ സ്വയം മോചിപ്പിക്കുകയും തീയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതോടെ ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുപോലത്തെ ഇവിടുത്തെ കുരങ്ങന്മാരെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള എല്ലാം വളരെ ഭദ്രതയോടെ സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉളുവാട്ടൂലെ ടെമ്പിളിലെ കുരങ്ങന്മാരുടെ കഥയും കച്ചക് ഡാൻസും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.